അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തണ്ട ഇതേ കണക്കുള്ള നമ്മുടെ ചാനലിൻ്റെ ലോഗോ പോലുള്ള ഇത് കണക്കുള്ള 2 ലോഗോസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേ കണക്കുള്ള ലോഗോ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ 2 ആപ്ലിക്കേഷനാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ പിക്സാർട്ടും പിന്നെ ഒന്ന് പിക്സൽ ലാബും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേ കണക്കുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് വേണ്ടി ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഗൂഗിളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഗൂഗിൾ എടുക്കുന്നതെന്ന്. കാരണം നമുക്ക് ഗൂഗിളിൻ്റെ അകത്ത് വഴിയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മായ്ക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റേസർ മായ്ക്കാമെന്ന്. അപ്പോൾ അതത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ removebg.com എന്നൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് മായ്ക്കുന്നത്. നമ്മളൊരു ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ അതൊന്ന് മായ്ച്ചു തരും. അപ്പോൾ നിങ്ങൾ removebg.com എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ removebg എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ആ ഒരു ഇത് കിടപ്പുണ്ട്. അപ്പോൾ മേളിൽ കാണുന്ന ആ ഒരു ലിങ്ക് പ്രസ് ചെയ്യുക. ആ ലിങ്കിൽ ഞാനിവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് അപ്ലോഡ് ഇമേജ് എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട പിക്ചർ അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇത് വന്നിട്ടില്ല, ഇച്ചിരി സമയം എടുക്കും നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ഇത് വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ബ്രൗസിൽ നിന്നാണ് എടുക്കുന്നത്. ബ്രൗസ് എടുക്കുമ്പോൾ ഇത് കണക്ക് ഡൗൺലോഡ് ചെയ്തത് വരും. ഇപ്പോൾ സൈഡിൽ ആ ഒരു ഇതിൽ പിടിച്ച് നോക്കിയിട്ട് നമ്മൾ ആൽബംസ് എടുക്കുക. എന്നിട്ട് ആൽബംസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിക്ചറാണ് നമുക്ക് ആ ഒരു ഇതിൻ്റെ അകത്ത് വെക്കുന്നത്, നമ്മൾ ആ റിങ്ങിൻ്റെ അകത്ത് റെഡ്. അപ്പോൾ അതിൻ്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഒരു ഒറ്റ സെക്കൻഡിൽ തന്നെ മായ്ച്ചവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ക്വാളിറ്റിയുടെ ഇത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിവിടെ അത് ഒരു ഗുഡ് തന്നെ കൊടുത്തിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രോസ് ആക്കിയാൽ നമുക്കിവിടെ ഇമേജ് ഡൗൺലോഡ് എന്നും പറഞ്ഞൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബാക്ക് അടിച്ച് പോവുക. ഇതിന് ശേഷം നമുക്ക് പിക്സൽ ലാബ് എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ അതിൻ്റെ അകത്തുള്ള ടെസ്റ്റ് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുമ്പ് ചെയ്തു വെച്ച ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഒരു തംബ്നെയിലാണ് ആ ഒരു മുമ്പത്തെ വീഡിയോയുടെ. നമ്മളതൊന്ന് മാറ്റിയിട്ട് വേറൊരു ഇതാക്കാൻ പോവാണ്. ഒന്ന് മാറ്റി ഒന്നും കൂടി എടുക്കട്ടെ. ഏതായിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ കാണുന്ന ഒരു ന്യൂ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് രജത് ക്രിയേഷൻ എന്നാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ രജത്ത് ക്രിയേഷൻ എന്ന് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ രജത്ത് ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെയും കൊടുത്തു. അതിന് ശേഷം ഇത് ഒരു സെൻറ്ററിൽ കൊണ്ടുവെക്കുക. അതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് അതിൻ്റെ കളറ് അല്ലെങ്കിൽ സൈസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഫോണിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈ ഫോൺ ഞാനൊന്നും ചെയ്തിട്ടില്ല. റീസെൻ്റിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ അകത്തുള്ള ഫോണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മെമി ഫോണ്ട് എന്നും പറഞ്ഞൊരു ഫോണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് 3D ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ടെസ്റ്റ് എടുത്തിട്ട് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ ഡെപ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും കാണിക്കും. അപ്പോൾ ഞാനിവിടെ ഡെപ്ത്ത് ഒരു 100 അല്ല വെക്കുന്നത്. ഞാനിവിടെ ഒരു 75 ആണ് ഞാനിവിടെ വെക്കുന്നത്. ശേഷം കളറ് കാണാൻ സാധിക്കും ആ ഡ്രസ്സിനുള്ള. അപ്പോൾ ഒരു കളറ് സെലക്ട് ചെയ്യുക. കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ബ്ലാക്കാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ശേഷം ഇച്ചിരി ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഈ ഒരു ഫോണിൻ്റെ കളർ കാണാൻ സാധിക്കും. അത് ഞാനിവിടെ റെഡാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നിങ്ങളിതൊന്ന് ഓക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മഞ്ഞ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ മഞ്ഞയാണെങ്കിലും മതി. അപ്പോൾ ഞാനിവിടെ മഞ്ഞയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞ അവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് കൊള്ളത്തില്ല. അപ്പോൾ ഞാനിവിടെ റെഡ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ശേഷം നമ്മളിവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ
ഇച്ചിരി അങ്ങോട്ട് മാറ്റുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ ട്രാൻസ്പെറൻറ്റ് നോക്കുക. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ സേവ് ചെയ്യുക. ഇത് സേവ്ഡ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള പിക്സാർട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കൺ നോക്കുക. പ്ലസ് ഐക്കൺ നോക്കിയിട്ട് എഡിറ്റ് ഫോട്ടോ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഒരു എഡിറ്റ് ഫോട്ടോ നോക്കുക. അതിന് ശേഷം ഞാനൊരു റിങ്ങിൻ്റെ ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു റിങ് ഫോട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇച്ചിരി കൂടി നന്നായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ ടൂൾസ് എടുത്തിട്ട് ഇവിടെ ക്രോപ്പ് എന്ന ഓപ്ഷനിൽ നോക്കി ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതാണ് ഞാനിവിടെ ക്രോപ്പ്, ഇത്രയാണ് ഞാനിവിടെ ക്രോപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ ഇച്ചിരിയും കൂടി സൂം ആക്കുന്നുണ്ട്. ഈ ഒരു ലെവലാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ആഡ് എ ഫോട്ടോ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റേസ് ആക്കിയ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്ഥലത്ത് ഇതേ കണക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അതിൻ്റെ അകത്ത് മൊത്തം ആ ഒരു ഇമാജ് മൊത്തം ആവുന്ന രീതിയിൽ വെക്കാൻ പാടില്ല. ആ ഒരു സർക്കിളിൻ്റെ അകത്ത് വരെ ഞാനിവിടെ വെക്കുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ ഒരു എഫക്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിൽറ്റർ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫ്ലോറ എന്നും പറഞ്ഞൊരു ഫിൽറ്ററാണ് വെക്കുന്നത്. അതാണ് ഇച്ചിരി നമ്മുടെ മേത്തുള്ള കളറും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു എഫക്ട്സ് തന്നെ അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഇവിടെ സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബോർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കുക. ഇവിടെ ബ്ലാക്ക് ബോർഡർ ഉണ്ട്, പലതരം ബോർഡർ ഇവിടെയുണ്ട്. ഇപ്പോൾ ബോർഡർ ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഇത്ര മതി നമുക്ക്. അപ്പോൾ ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡിൻ്റെ റിങ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ലുക്ക് ആ ഒരു ഫോട്ടോയ്ക്ക് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു എഫക്ട്സും ഈ ഒരു ബോർഡർ ആഡ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഞാൻ ഇവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ആഡ് എ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് വെച്ച ആ ഒരു ടെസ്റ്റ് പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്ത ആ ഒരു ടെസ്റ്റ് ആഡ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മേളിൽ ആ ഒരു ഡൗൺലോഡിൻ്റെ സൈൻ കാണിച്ചത് പിടിച്ച് വെക്കുക. അപ്പോൾ അത് സേവ് ടു ഫോട്ടോ ഗാലറി എന്നും പറഞ്ഞായിരിക്കും. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പറഞ്ഞവരെ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ.